കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് പത്തനംതിട്ട അപകടത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ഗതാഗത മന്ത്രി. മുറിഞ്ഞകല്ലിൽ അപകടം പതിവെന്ന് നാട്ടുകാർ പറയുന്നു. ദേശീയപാതകളിലെ അശാസ്ത്രീയ നിർമ്മാണം ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച പ്രത്യേക യോഗം ചേരും. പുനലൂർ പൊൻകുന്നം മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ട് 1 വർഷം പിന്നിട്ടതേയുള്ളൂ. ഇതിനിടയിൽ ഇവിടെ പൊലിഞ്ഞ ജീവനുകളുടെ എണ്ണം 10-ലധികമാണ്. റോഡിന്റെ മിനുസം കാരണം വാഹനങ്ങൾ തെന്നിമാറിയാണ് അപകടങ്ങളിലേറെയും സംഭവിച്ചത്. സ്ഥിരം അപകട മേഖലയാണ്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. ഇതിനൊരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ് നേരത്തെ ഒരു കാർ ഇടിച്ച് 2 പേര് മരിച്ച് മരണമടഞ്ഞത്. ഇന്നലെയും അപകടം ഉണ്ടായിരുന്നു. സ്ഥിര അപകട മേഖലയാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് പത്തനംതിട്ട അപകടത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. വളരെ ദുഃഖകരമായ സംഭവമാണ്. ഒരു കുടുംബത്തിൽ നിന്ന് 4 വ്യക്തികൾ ഒരുമിച്ചൊരു അപകടത്തിൽ മരിക്കുക എന്ന് പറയുമ്പോൾ ഇത് പ്രാഥമികമായി കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഡ്രൈവർ ഉറങ്ങിപ്പോയി, ഡ്രൈവ് ചെയ്തിരുന്ന വ്യക്തി ഉറങ്ങിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് ഈ കുറ്റകൃത്യങ്ങൾ പിടിക്കാമെന്നുള്ളതല്ലാതെ അവനവൻ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട്. ഉറക്കം വരുമ്പോൾ ഉറങ്ങണം, നന്നായി ഉറങ്ങിയ ശേഷം വണ്ടി ഓടിക്കണം. സ്ഥലങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെയാണ് ചില റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തുറന്നടിച്ചു. അപകടം സംബന്ധിച്ച പരിശോധന ആരംഭിച്ചുവെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ റോഡിൽ ഏർപ്പെടുത്തുമെന്നും കോന്നി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 24-നോട് പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിലെ ഉന്നതാധികാരികളും ബഹുമാനപ്പെട്ട മന്ത്രിയുമൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് വേണ്ട വിധമായ നടപടികൾ കൈക്കൊള്ളുന്നതായിരിക്കും. തീർച്ചയായിട്ടും അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഉടൻ തന്നെ അതിന്റെ പ്രാഥമിക നടപടികൾ ഇപ്പോൾ തന്നെ പൂർത്തിയാക്കും. വിശദമായ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ആർടി മുഖേന സമർപ്പിക്കുന്നതായിരിക്കും. പത്തനംതിട്ട ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതകളിൽ 3 സംസ്ഥാന പാതകളിൽ 9 സ്ഥലങ്ങളിലാണ് അപകട മേഖലകളായി കണക്കാക്കിയിരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പത്തനംതിട്ട.